HSP ചേട്ട കാര്യമായിട്ട് പറഞ്ഞാടാ, പ്രശ്നമായിട്ട് പറഞ്ഞാടാ. എന്തായാലും എന്റെ പ്രഭാര അമ്പടെ ജില്ലും ചാക്കട, നീ ആട് കൊള്ളാമല്ലോ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ മഴവിൽ മനോരമയിൽ മിനി സ്ക്രീനിലെത്തിയ കുളത്തുപ്പയുടെ സ്വന്തം നിവാസ് ഖാനോടൊപ്പമാണ് ഇന്ന് V4 ന്യൂസ് ഉള്ളത്. നിവാസ് ഖാന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നമസ്കാരം. 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 നിവാസ് ഖാനെ എത്ര നാളായി നിവാസ് ഖാൻ ഈ മിമിക്രി മേഖലയിൽ? ഞാന് കുറേ ആയി. 1997-98 സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ കലാപരമായിട്ട് കടന്നത്. സ്കൂളിലെ സ്റ്റേജിലൊക്കെ പരിപാടികൾ പങ്കെടുക്കുമായിരുന്നു? സ്കൂളിൽ പങ്കെടുക്കുമായിരുന്നു. പഞ്ചായത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കുറേ വർഷം മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 15 വർഷത്തോളം അടുപ്പിച്ച് ഫസ്റ്റ് നേടിയൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് പിന്നെ ഈ മഴവിൽ മനോരമയിൽ എത്താനുള്ള കാരണം? അത് ഒരു കഥയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അത് ആദ്യമേ ഇതിൻ്റെ ഒരു ഓഡീഷന് പോയി മഴവിൽ മനോരമ. ആദ്യം പോയപ്പോൾ അതിൽ കിട്ടിയില്ല. അവർ കൗണ്ടർ കുറവാണ്, ഇങ്ങോട്ട് ഒന്ന് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ വീണ്ടും ഒരു ഓഡീഷന് പോയി. മൂന്നാമത് പോയി. പിന്നെ ലാസ്റ്റിൽ വീഡിയോ അയച്ചു കൊടുത്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴവിൽ കിട്ടിയത്. കാരണം മഴവിലിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മഴവിൽ എന്ന് പറയുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയുടെ ഫ്ലോറിൽ തന്നെ എത്താൻ പറ്റും. നിവാസ് ഖാൻ ഈ മിമിക്രി മേഖലയിലേക്ക് എത്തിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നിവാസ് ഖാൻ അർഹമായ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? എന്താണ് നമ്മുടെ പരിപാടികളിലൊക്കെ നിവാസ് ഖാനെ നാട്ടിലെ പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ടോ? എന്താണ് നിവാസ് ഖാൻ പറയുന്നത്? ഞാൻ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്ക് നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു. ആദ്യകാലത്ത് ഞാൻ അമൃതയിൽ ചെയ്ത സമയത്ത് എൻ്റെ ഫ്ലെക്സ് ബോർഡ് ഡിലൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെക്കുകയും ഒക്കെ ചെയ്തു. ഡിലൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നെ ഒരുപാട് ആദരവ് തരികയും ഒക്കെ ചെയ്തു. നേരത്തെ പഞ്ചായത്തിലൊക്കെ പ്രോഗ്രാം ചെയ്തപ്പോൾ ആദരവ് തരികയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ ഒന്നും കിട്ടുന്നില്ല. കാരണം പ്രേക്ഷകർ കാണുമ്പോൾ പരിപാടി കൊള്ളാം, ഇഷ്ടപ്പെട്ടു, പക്ഷെ വേണ്ടവരും കിട്ടുന്നില്ല എന്നാണ് വളരെ ദുഃഖത്തോടെ പറയാനുള്ളത്. കാരണം നമ്മൾ സത്യം പറഞ്ഞ ഏതൊരു കലയോ ആകട്ടെ, ഉയർന്നു വരുന്ന ഒരു കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. നിവാസ് ഈ മഴവിൽ മനോരമ അല്ലാതെ ഏതൊക്കെ പരിപാടികളാണ് നിവാസ് പങ്കെടുത്തിട്ടുള്ളത്? ഞാൻ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമൃത TV കോമഡി മസാല, കോമഡി മാസ്റ്റേഴ്സിലൊക്കെ ഞാൻ പങ്കെടുത്തു. അതിലൊക്കെ ഒരുപാട് പേര് എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്തു. അതിലുപരി അതിനു മുമ്പ് പിന്നെ അല്ലാതെ വെബ് സീരീസുകളിൽ അഭിനയം പഠിക്കാൻ വേണ്ടിയിട്ട് വെബ് സീരീസുകളിലൊക്കെ അത് ഞാൻ ട്രിവാൻഡ്രത്ത് രാവിലെ 6 മണിയാകുമ്പോൾ പോകും. അങ്ങനെ വെബ് സീരീസ് ഒക്കെ ചെയ്തു. നിവാസ് ഖാനെ ഈ രംഗത്തേക്ക് വരാൻ ആരൊക്കെയാണ് പ്രോത്സാഹനം തന്നിട്ടുള്ളത്? നാട്ടിലെ കുറേ സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ കോമഡി നഗറിലെ കുറേ ആർട്ടിസ്റ്റുകൾ, എന്ന് വെച്ചാൽ നമ്മുടെ ചങ്കോട് ചേർക്കുന്ന ആർട്ടിസ്റ്റുകൾ. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത്, എന്നോടൊപ്പം ചെയ്യുന്ന സുഹൃത്ത് സജി പറഞ്ഞു, ഒരു ദിവസം നമുക്ക് പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് ബമ്പർ ചിരിയിൽ പോകണം. ശരി, അപ്പോൾ സജി എടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോവാം. കാരണം ഒരുപാട് പേര് എത്തിപ്പെടുന്നുണ്ട്. അതുപോലെ ഷാജി വിനോദൊക്കെ ഹിറ്റാണ്, അവരെ പോലെ നമുക്ക് ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഓഡീഷന് പോയി എത്തിയതാണ്. അടുത്ത ഞാൻ പ്രേം നസീർ സാറിന്റെ ശബ്ദം തന്നെ അറിയാം. കാരണം അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ നമ്മുടെ നസീർ സാറിന്റെ സഹോദരിക്ക് എനിക്ക് ഈ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. പ്രേം നസീർ സാറിന്റെ ശബ്ദം ഒന്നറിയാം. മിസ്റ്റർ റോയി, സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ കാലമായി റോയി ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ V4 ന്യൂസൊക്കെ എങ്ങനെ പോകുന്നു? അമ്പടെ ജില്ലും ചാക്കട, നീ ആട് കൊള്ളാമല്ലോ. നിവാസ് ഇനി തമിഴിലെ സൂപ്പർ ഹിറ്റായ ആരുടെങ്കിലും ഒരു സൗണ്ട് ഞാൻ കൗണ്ടർ വിനോദ് ചക്രവർത്തിയുടെ സൗണ്ട് ഒന്ന് നോക്കാം. അയ്യോ, എല്ലാവർക്കും വണക്കം. ആനക്കാട്ട് ലീപ്പൻ മകൻ ചാക്കുച്ചിയ, വണക്കം. എല്ലാരും വന്നിരിക്ക, വാങ്ക മാപ്പിള. അയ്യോ, വരട്ടുമാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഫാദർ മരണപ്പെട്ടു പോയി. പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ അനിയനുണ്ട്, ചേട്ടനുണ്ട്, സഹോദരിമാരുണ്ട്. ഇങ്ങനെയൊക്കെ പോകും. അവരൊക്കെ ഈ മിമിക്രിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ നിവാസ് ഖാന് വേണ്ടുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് നല്ല പ്രോത്സാഹനമാണ് തരുന്നത്. ഉമ്മായാലും പിന്നെ എൻ്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയും, നീ രക്ഷപ്പെട്ടൊന്ന് കാണണം. പാപ്പായാലും
നീ രക്ഷപ്പെട്ടൊന്ന് കാണണം, എന്തെങ്കിലും തന്നെ ഒരു മിനി സ്ക്രീനിനകത്ത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഫാദർ മരണപ്പെട്ടു പോയതിനു ശേഷം എനിക്കൊരു വല്ലാത്തൊരു ദുഃഖമാണ്. കാരണം ചേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയൊക്കെ ചെയ്തു. കാരണം ഈ 50,000 രൂപ മഴവില്ലിൽ അടിച്ചപ്പോൾ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരുപാട് മനസ്സിന് വിഷമം. കാരണം ഫാദറോടൊപ്പം മിനി സ്ക്രീനിൽ കാണാൻ ഒരുപാട് പാപ്പാക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു ലെവലിലേക്ക് എത്താൻ പാപ്പ ഒരുപാട് ആഗ്രഹിച്ചു. കാരണം ഇത്രയും എത്താൻ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു അതിന് വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഫാദറിൻ്റെ ഓർമ്മകൾ ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്. കാരണം പാപ്പ ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു സാധാ, ഞാനൊരു കലാകാരൻ. അപ്പം പാപ്പാക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു മക്കളെ ഏതെങ്കിലും ഒരു വഴിക്ക് എത്തിക്കണം എന്ന്. എൻ്റെ കാര്യത്തിൽ ഓർത്ത് പാപ്പാക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. പക്ഷേ പാപ്പ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ സന്തോഷിച്ചേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവതരിപ്പിക്കാറുള്ള ഒരു സൗണ്ടുണ്ട്, മാടച്ചേട്ടൻ്റെ ശബ്ദമാണ്. ഒന്ന് നോക്കാം. അയ്യോ പോ കുളത്തൂപ്പുഴ പുലി ഇറക്കി പുലിയിറങ്ങിയാൽ പുലി പിടിക്കും. അയ്യോ എന്റെ റോയിക്കായോ ശ്രദ്ധിച്ചോ. അയ്യോ നിവാസ്ഖാനെ നമ്മുടെ ഈ TV പ്രോഗ്രാമുകളിലും അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിവാസ് ഖാൻ എവിടെ നിന്നാണ് വരുന്നത്, നിവാസ് ഖാൻ്റെ പ്രദേശത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ടല്ലോ. നിവാസ് ഖാൻ എന്താണ് ഇപ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ച് പറയാറുള്ളത്? നാടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു മലയോര ഗ്രാമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വരുന്നത്. കാരണം കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കുളത്തൂപ്പുഴ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിൻ്റെ നാട്ടിൽ ജനിച്ച ഒരു കലാകാരനായിട്ടാണ് ഞാൻ മഴവില്ലിൽ പോകുമ്പോഴൊക്കെ എൻ്റെ സുഹൃത്തുക്കളോടും അവിടെ ഉള്ളവരുടെ എല്ലാവരും ഞാൻ പറയാറുള്ളത്. അതിൽ എനിക്ക് അവരെ ഒരുപാട് അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ മഴവിൽ മനോരമ എനിക്ക് തരുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത നമുക്ക് തിലകന്റെ സൗണ്ട് ഒന്ന് നോക്കാം. എന്തായാലും എന്റെ പ്രഭാര നീ എന്നെ ആ കുളത്തൂപ്പുഴ വനാന്തരങ്ങളിലൂടെ ചുറ്റിക്കറങ്ങാൻ വിടല്ലേ പ്രഭാര. നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും അരിക്കൊമ്പന്റെ ബാക്കിലോ ഏതെങ്കിലും പടയപ്പ ആനയുടെ ബാക്കിലോ നീ ഇറങ്ങാൻ വിട്. എനിക്കറിയാം 10-35 വർഷക്കാലം മിമിക്രിയുടെ കലാകാരന്മാരെ സ്നേഹിച്ച നിങ്ങൾക്ക് എന്റെ 1000 നന്ദിയും കടപ്പാടും അറിയിക്കുക. എനിക്കറിയാം. അടുത്ത ഞാൻ ഹിന്ദിയിലെ അമിതാഭ് ബച്ചന്റെ സൗണ്ട് ഒന്ന് നോക്കാം. ഞാൻ അമിതാഭ് ബച്ചന്റെ സൗണ്ട് പഠിച്ചത് തന്നെ നമ്മുടെ അബീക്കയുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ്. അമിതാഭ് ബച്ചന്റെ വോയിസ് ഒന്ന് നോക്കാം. दुनिया बहुत में एक सेकंड सा ये कोई बात करता हो, मैं तुम्हारा बात में मेरी जिंदगी छोड़ प्यार में प्यार करता हूँ. मेरे साथ मेरा नाम बच्चन सच्चा. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ഫേമസ് ആക്കിയ മിമിക്രിയുടെ ഒരു ഐറ്റം ഉണ്ട്. അത് നമ്മുടെ ഈ തൊട്ടടുത്ത ഒരു നാട്ടുകാരിയുടെ ശബ്ദമാണ്. ഞാൻ ആ സൗണ്ട് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളത് കേട്ടാൽ മതി. ഒന്ന് പറഞ്ഞു നോക്കാം. എന്തുവാ സാറേ കാക്കാമാല ഒന്ന് ഉറക്കാൻ പറ. പറഞ്ഞാണ് പറയാമെന്ന് തള്ളയാണ് കൂടി. ഓ നാട്ടിൽ കിടക്കുന്ന പിള്ളേർ വിളിച്ച് കേട്ടുന്നു. ഒന്ന് പോടാറുന്നു. ഓ മിമിക്രി കലാരംഗത്ത് നിന്നും നിരവധി ആളുകളാണ് സിനിമയിൽ പ്രവേശിച്ചിട്ടുള്ളത്. നിവാസ് ഖാനും അതേപോലെ ഒരു ആഗ്രഹമുണ്ട്. സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.